അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ പരീക്ഷയ്ക്ക് പുറപ്പെടുമ്പോൾ വീടിൻ്റെ സ്റ്റെപ്പിൽ നിന്ന് യാ ഖബീറു യാ അല്ലാഹ് എന്ന് ഓതുക. 11 തവണ ഓതുക. എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുമ്പ് സൂറത്തുൽ അൻഫാലിലെ 62-ാം ആയത്ത് 7 തവണ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ യുരീദു അൻ യഖ്ദഊക ഫഇന്ന ഹസ്ബകല്ലാഹ് ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ. അവർ നിന്നെ വഞ്ചിക്കാൻ ഉപദേശിക്കുന്ന പക്ഷം തീർച്ചയായും നിനക്ക് അല്ലാഹു മതി. അവിടുത്തെ സഹായം മൂലവും വിശ്വാസികൾ മുഖേനയും താങ്കൾക്ക് പിൻബലം നൽകിയത് അവിടുന്നാണ്. പരീക്ഷാ ഹാളിൽ കയറിക്കഴിഞ്ഞ് താഴെ പറയുന്നവ ഓതുക. ഒരു സ്വലാത്ത്. സൂറത്തുൽ ബഖറയിലെ 32-ാം ആയത്ത് 11 തവണ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹക്കീം. അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. നാഥ, അവിടുന്ന് പഠിപ്പിച്ചു തന്നതല്ലാതെ യാതൊരു അറിവും ഞങ്ങൾക്കില്ല. അവിടുന്ന് തന്നെയാണ് സർവജ്ഞനും അഗാധജ്ഞാനിയും. യാ ഫത്താഹു യാ അല്ലാഹ്, വിജയിപ്പിക്കുന്നവൻ എന്ന് 11 തവണ ഓതുക. സൂറത്ത് യൂസുഫിലെ 18-ാം ആയത്തിലെ ഈ ഭാഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ വിവരിക്കുന്ന ഈ കാര്യത്തിൽ എനിക്ക് സഹായം തേടാനുള്ളത് അല്ലാഹുവിനോട് മാത്രമാണ്. സ്വലാത്ത് ഇബ്രാഹിം 1 തവണ ഓതുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ ബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. പരീക്ഷാ ഹാളിൽ കയറുന്നതിന് കുറഞ്ഞത് 10 മിനിറ്റ് മുമ്പെങ്കിലും പഠനം മതിയാക്കണമെന്ന് എല്ലാ മനഃശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നു. ആ സമയം മനസ്സ് ശാന്തമാക്കുകയും ഇതുപോലുള്ള ദുആകൾ ഓതുകയും ചെയ്യുക. പരീക്ഷയ്ക്ക് തൊട്ട് മുൻപ് വരെ പഠിച്ചാൽ അവസാനം പഠിച്ചത് മാത്രം ഓർമ്മയിൽ വരികയും ആദ്യം പഠിച്ചവ മറന്നു പോകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ദുആകൾ ഓതി റബ്ബിനോട് സഹായം തേടുക. പരീക്ഷ കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നതുവരെ എല്ലാ ദിവസവും യാ മലിക്കുൽ ഖുദ്ദൂസ്, പരിശുദ്ധനായ നാഥ എന്ന് 300 തവണ ഓതുക. 2-3 സ്വലാത്ത് ചൊല്ലുക. സൂറത്ത് ആൽ-ഇംറാൻ 134-ാം ആയത്ത് 60 തവണ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽകാളിമീനൽ ഗൈള വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. സന്തോഷത്തിൻ്റെയും ഇടുക്കത്തിൻ്റെയും അവസ്ഥകളിൽ ദാനം ചെയ്യുകയും കോപം നിയന്ത്രിക്കുകയും ജനങ്ങൾക്ക് മാപ്പു നൽകുകയും ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. വീണ്ടും 3 സ്വലാത്ത് ചൊല്ലുക. ഇത്രയും വെള്ളത്തിൽ ഊതി കുടിക്കുന്നതും പതിവാണ്.